ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. റമദാൻ ദർസിൽ ഇന്നത്തെ വിഷയം ഇഫ്താരി അഥവാ നോമ്പ് തുറ എന്നതാണ്. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അൻ സഹലിബിന് സാദിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യസാലുന്നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര. ബുഖാരി കിതാബു സൗം. അർത്ഥം: നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നത്രയും കാലം ജനങ്ങൾ അനുഗ്രഹത്തിലായിരിക്കും. മറ്റൊരു ഹദീസ് ഇപ്രകാരമാണ്: ബക്കിറു ബിൽ ഇഫ്താർ, നിങ്ങൾ നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുവിൻ. മറ്റൊരു ഹദീസ് ഇപ്രകാരം വന്നിരിക്കുന്നു: ഖാലല്ലാഹു അസ്സ വജല്ല അഹബ്ബു ഇബാദി ഇലയ്യ അജ്ജലുഹും ഫിത്ര. അള്ളാഹു പറഞ്ഞു, എൻ്റെ അടിയാറുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നോമ്പ് തുറക്കുന്നതിൽ മറ്റുള്ളവരെക്കാളും ധൃതി കാണിക്കുന്നവരാണ്. ഇഫ്താർ അഥവാ നോമ്പ് തുറ എന്ന് പറയുന്നത്, നോമ്പ് ആരംഭിക്കുന്നത് സിഹ്രി അഥവാ ഇടയത്താഴത്തിലൂടെയാണെങ്കിൽ നോമ്പ് അവസാനിക്കുന്നത് ഇഫ്താരി അഥവാ നോമ്പ് തുറയിലൂടെയാണ്. സൂര്യാസ്തമയം ആരംഭിക്കുമ്പോൾ, രാവ് തുടങ്ങുമ്പോൾ, പകലിന് അന്തി കുറിക്കുമ്പോൾ ആണ് ഇഫ്താരി ചെയ്താണ് നോമ്പ് മുറിക്കേണ്ടത്. ഈ കാര്യത്തിൽ ഒരിക്കലും വൈകിപ്പിക്കരുത് എന്നും ഇടയത്താഴം വളരെ വൈകിപ്പിക്കാനും, അതായത് അവസാന സമയം വരെ ഇടയത്താഴം കഴിക്കാനും, അത് വളരെ മുമ്പ് കഴിക്കാതിരിക്കാനും, എന്നാൽ അതുപോലെ തന്നെ ഇഫ്താരി അഥവാ നോമ്പ് തുറ വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ധൃതിപ്പെട്ടുകൊണ്ട് കഴിക്കുകയും ചെയ്യാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം ഒരിക്കലും അള്ളാഹു മനുഷ്യനെ പട്ടിണിക്കിടാൻ ആഗ്രഹിക്കുന്നു എന്നല്ല. അള്ളാഹു മനുഷ്യനോട് അന്നപാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന നിറവേറ്റുന്നതിനാണ് ഒരു നോമ്പുകാരൻ പകൽ സമയത്ത് അന്നപാനങ്ങൾ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു തത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇടയത്താഴം വൈകിപ്പിക്കാനും ഇഫ്താരി അഥവാ നോമ്പ് തുറ ധൃതിപ്പെട്ട് ചെയ്യാനും പറഞ്ഞിട്ടുള്ളത്. ചിലർ ഇതിൽ അമിതത്വം കാണിക്കുന്നു. അതായത് വളരെ വൈകിപ്പിച്ച് കുറച്ച് കൂടി സമയം കഴിഞ്ഞാൽ അത്രത്തോളം പുണ്യം കിട്ടും എന്ന നിലയിൽ ചെയ്യുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവങ്ങളിൽ നിന്നും നമുക്ക് ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഫ്താരിയുടെ കാര്യത്തിൽ വളരെ ധൃതിപ്പെട്ടിരുന്നു. ഇഫ്താരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇഫ്താരിയിൽ ഒരിക്കലും തന്നെ അമിതത്വം കാണിക്കരുത്. അതായത് ഒരുപാട് ഭക്ഷണങ്ങൾ, ഒരുപാട് വിഭവങ്ങൾ ഉള്ള ഒരു ഇഫ്താരി ആയിരിക്കരുത്. കാരണം പകൽ മുഴുവനും പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദം കിട്ടിയ സമയത്ത് പകലുള്ള ആ കുറവും പൂർത്തിയാക്കുന്ന വിധത്തിൽ ഒരുപാട് ഭക്ഷണം വാരി മൂക്കറ്റം കഴിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഫ്താരി അഥവാ നോമ്പ് തുറ വളരെ ലളിതപൂർണ്ണമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പഴം കൊണ്ടായിരുന്നു നോമ്പ് മുറിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നത്. ഈന്തപ്പഴം കിട്ടിയില്ലെങ്കിൽ കാരക്ക കൊണ്ടോ, കാരക്ക കിട്ടിയിട്ടില്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ടോ നോമ്പ് തുറക്കുമായിരുന്നു. പച്ചവെള്ളവും അനുഗ്രഹീതമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അങ്ങനെ വളരെ ലളിതമായ ഒരു നോമ്പ് തുറയുടെ ഒരു രീതിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവർത്തിച്ചു വന്നത്. അതുപോലെ തന്നെ ഇഫ്താരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു സന്തോഷം ഇഫ്താരി അഥവാ നോമ്പ് തുറക്കുമ്പോഴും, മറ്റൊരു സന്തോഷം നോമ്പിൻ്റെ ഫലമായി അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ച നടക്കുമ്പോഴും ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഇഫ്താരി എന്ന് പറയുന്നത് അത് വളരെ അനുഗ്രഹപൂർണ്ണമായ ഒരു കാര്യമാണ്. അത് ദുആ ചെയ്തുകൊണ്ട് ആണ് ചെയ്യേണ്ടത്. ഇഫ്താരി ചെയ്യുമ്പോൾ ഉള്ള ദുആയും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഹദീസിൽ വന്ന വചനങ്ങൾ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ലക്കസുംതു വ അലാ റിസ്കിക അഫ്തർതു. അള്ളാഹുവെ, നിന്നെ മുൻനിർത്തി ഞാൻ നോമ്പനുഷ്ഠിക്കുകയും നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ നിലയിൽ എൻ്റെ ദാഹം അടങ്ങിയിരിക്കുന്നു, എൻ്റെ നാഡീ ഞരമ്പുകളിൽ വളരെ ആർദ്രമായിരിക്കുന്നു, അതുപോലെ അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ
ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പ്രതിഫലവും തീർച്ചയായും ലഭിക്കുന്നതാണ് എന്നീ വചനങ്ങളും ചൊല്ലാറുണ്ടായിരുന്നു. ഇഫ്താരി സ്വയം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഇഫ്താരി ചെയ്യുക, നോമ്പ് തുറപ്പിക്കുക എന്നതും പുണ്യമുള്ള കാര്യമാണ്. നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: നോമ്പ് തുറപ്പിക്കുന്ന ആൾക്കും വലിയ പ്രതിഫലം കിട്ടുമെന്നും നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? നോമ്പെടുത്ത ആൾക്ക് നോമ്പ് പിടിച്ച നന്മകൾക്കും ഇബാദത്തുകൾക്കും ചെയ്യുന്ന അത്ര തന്നെ പുണ്യം നോമ്പ് തുറപ്പിക്കുന്നവനും ലഭിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നോമ്പെടുത്ത ആളിൻ്റെ പ്രതിഫലത്തിന് ഒരു കുറവും വരാതെ നോമ്പ് തുറപ്പിച്ച ആൾക്ക് നോമ്പെടുത്ത അതേ കൂലി ലഭിക്കും എന്നാണ് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നോമ്പ് തുറപ്പിക്കുന്നവന് തിന്മകളിൽ നിന്നുള്ള പാപപ്രതിയും ശിക്ഷയിൽ നിന്നുള്ള മോചനവും കിട്ടുന്നതും ആണ് എന്നും ഹദീസ് വചനങ്ങളിൽ കാണാം. ഇവിടെ ഒരു നോമ്പ് തുറപ്പിക്കുന്നത് കൊണ്ട് നോമ്പെടുത്ത അതേ പുണ്യം ലഭിക്കും എന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം ഒരിക്കലും തന്നെ നോമ്പിന് പകരമായി നോമ്പ് തുറപ്പിക്കുക എന്നതല്ല. മറിച്ച് നോമ്പ് തുറപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് യാത്രക്കാർ, അഗതികൾ, അശരണർ, ദരിദ്രർ, ഇങ്ങനെയുള്ളവരെ, തങ്ങളുടെ കീഴിലുള്ളവർ, സേവകർ, ഇവർക്കൊക്കെ നോമ്പ് തുറപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുക, അതിനു വേണ്ടിയുള്ള ഒരു ഉദ്ബോധനം എന്ന നിലയിലാണ് ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം പറഞ്ഞതുകൊണ്ട് വെറും നോമ്പ് തുറപ്പിക്കുമ്പോൾ മാത്രം ഭക്ഷണം കൊടുക്കുക, മറ്റു സമയങ്ങളിൽ അഗതികൾക്ക്, അതുപോലെ ദരിദ്രർക്ക്, അതുപോലെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു ധാരണ ഉണ്ടാകരുത്. ഇതേക്കുറിച്ച് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു: നോമ്പ് തുറപ്പിക്കുക എന്നതുകൊണ്ടുള്ള വിവക്ഷ പകൽ മുഴുവനും സാധുക്കൾക്ക് നേരെ കണ്ണടച്ച് മഗ്രിബ് നേരത്ത് ഒരു നോമ്പുകാരൻ്റെ നോമ്പ് തുറപ്പിച്ച് എല്ലാ തിന്മകളും മാപ്പാക്കിക്കാം എന്നല്ല. ഈ രീതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത മാതൃകയിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. അതായത് നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് നന്മകളിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്, നന്മകളെ ചെയ്യാൻ നമ്മെ അനുശീലിപ്പിക്കുന്നുണ്ട്, അതുപോലെ തിന്മകളിൽ നിന്നും അകറ്റുന്നുമുണ്ട്. അങ്ങനെ ഈ നോമ്പുകാലം നമുക്ക് അവസരം ഒരുക്കി തരുന്നത് ഇത്തരത്തിലുള്ള നന്മകൾ കൂടി ചെയ്യാനാണ്. അതായത് ദരിദ്രരെ സഹായിക്കാൻ, വിശക്കുന്നവന് അന്നം നൽകാൻ, ഇത്തരത്തിലുള്ള സൽശീലങ്ങളും സ്വഭാവങ്ങളും ആണ് റമദാൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാൻ മാസത്തെ അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിലുള്ള എല്ലാ കൽപ്പനകളും പാലിച്ചുകൊണ്ട് ദൈവപ്രീതി കരസ്ഥമാക്കാനും അതുപോലെ ദൈവവുമായുള്ള കൂടിക്കാഴ്ച അത് മുഖേന നമുക്ക് ലഭിക്കാനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.